അഭിനന്ദ് എ 5000 രൂപ സ്കോളർഷിപ്പും ഗോൾഡ് മെഡൽ സ്വന്തമാക്കുന്നു. അഭിനന്ദ് എ. അപ്പോൾ ഏറെ അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലേക്ക് നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെയാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരാൾ അഭിനന്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഫാദർ അതുപോലെ തന്നെ അനിയനൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ബ്രില്യൻ സെൻറ്ററിലേക്ക് എത്തിച്ചേർന്നത്. കാരണം സ്വപ്നം കണ്ട സ്വപ്ന തുല്യമായ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പ്രവേശിക്കാൻ ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുത്തു കഴിഞ്ഞു. അപ്പോൾ മോന് കിട്ടിയ സ്കോറും റാങ്കുകളും ഒക്കെ ഒന്ന് പറയാം. എനിക്ക് മെയിൻസിന് 17,890 ആയിരുന്നു റാങ്ക്, അഡ്വാൻസിന് 19,320, പിന്നെ ടീമിന് എനിക്ക് 63 റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ബ്രില്യൻ ഫാമിലിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്ത് തോന്നി ഒരു നിമിഷം? ഹാപ്പിയാണ്. 2 വർഷം നമ്മൾ പഠിച്ചതാണ്. ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഹാപ്പിയായി. അപ്പോൾ 2 വർഷമായിട്ട് ബ്രില്യൻ്റെ ഭാഗമായിരുന്നു അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്തുണ്ടായിരുന്നൊരു തയ്യാറെടുപ്പിനെ കുറിച്ചൊക്കെ പറയാമോ? കാരണം അന്ന് ഭയങ്കരമായിട്ടൊരു വിഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത്ര വലിയൊരു നേട്ടത്തിലേക്ക് എത്താൻ മോന് സാധിച്ചത്. അതിനെക്കുറിച്ച് എന്താ പറയുക? ഒബ്വിയസ്ലി ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് വളരെ ഉണ്ടായിരുന്നു. മെൻറ്റേഴ്സ് ആയാലും പിന്നെ ഫാമിലി ആയാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ പഠിക്കാൻ നല്ലൊരു എൻവയോൺമെൻറ്റാണ്, അതൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വളരെ അഭിമാനമുള്ളൊരു നിമിഷമാണ്. കാരണം മകൻ നല്ലൊരു സ്കോർ കരസ്ഥമാക്കുന്നു. അപ്പോൾ ആ ഒരു നേട്ടമൊക്കെ കൈവരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര വലിയൊരു വിക്ടറി ഡേയിലേക്ക് എത്തിച്ചേർന്നു. ആ വേദിയിലൊക്കെ മകൻ സമ്മാനം വാങ്ങുന്ന ആ ഒരു രംഗം കാണുന്നൊരു പേരൻ്റ് എന്ന നിലയിൽ വളരെ അഭിമാനമുള്ളൊരു നിമിഷമാണ്. എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷകരമായൊരു സാഹചര്യമാണ്, നിമിഷമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 9ാം ക്ലാസ് മുതൽ തന്നെ ഇവനെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ കോച്ചിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്ക് 100% ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇവിടുത്തെ അധ്യാപകരും അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാവരുടെയും സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം തന്നെയാണ് ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മെച്ചപ്പെട്ട നിലവാരത്തിലെ റാങ്കിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പം ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ എല്ലാ ഫ്യൂച്ചറായിട്ടുള്ള എല്ലാ പരിപാടികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. കൂടുതൽ മെച്ചപ്പെട്ട വിജയങ്ങൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നമ്മുടെ കുട്ടികൾക്ക് നേടിത്തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ അനിയനാണ് അല്ലേ? ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ചേട്ടൻ ഈ ഒരു വലിയ മാതൃകയായിരിക്കുകയാണ്, വലിയൊരു നേട്ടം നേടിയിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? മീൻസ് ഇനി എന്താണ് മോന് ഒരു ഫ്യൂച്ചർ ഗോളൊക്കെ ഉണ്ടാവില്ലേ? വലിയ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാലും ഇവിടെ പഠിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. ഇവിടെ പഠിക്കണം എന്ന് ആഗ്രഹം തോന്നുമ്പോൾ നമ്മളൊരു സ്വയമായിട്ട് നമുക്കൊരു ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അത് നമ്മൾ പിൻ ചെയ്ത് വെക്കണമല്ലോ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ആവാനാണോ എഞ്ചിനീയർ ആവാനാണോ? എഞ്ചിനീയർ ആകാനായിരിക്കും എനിക്ക് താല്പര്യം. ഓക്കെ. അപ്പോൾ വരുന്ന വർഷങ്ങളിലൊക്കെ ചേട്ടനെ പോലൊക്കെ തന്നെ വലിയ നേട്ടങ്ങളൊക്കെ കൈവരിച്ച ഒരു മിടുക്കനായ വിദ്യാർത്ഥി ആവുമെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.